46 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ആ കേവല ഭൂരിപക്ഷവും മറികടന്ന് 47 സീറ്റുകളിലേക്ക് BJP ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 67 സീറ്റുകളിൽ ലീഡുണ്ടായിരുന്ന കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം ഇപ്പോൾ 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു കോൺഗ്രസ് സഖ്യം എന്ന് പറയേണ്ടി വരും. മറുവശത്ത് ജമ്മു കാശ്മീരിൽ ആശങ്കകൾക്ക് വകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇന്ത്യ സഖ്യം 51 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് കേവല ഭൂരിപക്ഷം മറികടന്ന് ഒരു സ്ഥിരതയോടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൂക്കുമന്ത്രിസഭയുണ്ടാകുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന കശ്മീരിൽ പക്ഷേ അവിടെ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ ആശ്വാസകരം തന്നെയാണ്, വലിയ പ്രതീക്ഷയാണ്. അവിടെ BJPക്ക് ഇപ്പോൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്, കശ്മീരിൽ BJPക്ക് 20-ൽ പരം സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ സംസ്ഥാന അധ്യക്ഷനടക്കം പരാജയത്തിലേക്ക് പോകുന്നു. 24 സീറ്റുകൾ മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. CB ചേരുകയാണ് ഇപ്പോൾ ACC ഓഫീസിന് മുൻപിൽ നിന്ന്. CB, നമ്മൾ രാവിലെ ACC ഓഫീസിന് മുൻപിൽ നിന്ന് സംസാരിക്കുമ്പോൾ വലിയ ആഹ്ലാദമായിരുന്നു, ആരവമായിരുന്നു. പക്ഷേ ഹരിയാനയിലെ ട്വിസ്റ്റുകൾ സംഭവിക്കുമ്പോൾ എന്താണ്, ആഹ്ലാദമൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടോ? മനു, തീർച്ചയായും വലിയ ട്വിസ്റ്റിലേക്ക് ഹരിയാന നീങ്ങുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ AICC ആസ്ഥാനത്താണ്. അല്പസമയം മുമ്പ് വരെ ഇവിടെ കൊട്ടും പാട്ടും മാട്ടവും അതോടൊപ്പം തന്നെ ലഡു ഉൾപ്പെടെയുള്ള മധുരങ്ങളെല്ലാം തന്നെയും വിതരണം ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ ആ കൊട്ടുമെല്ലാം തന്നെയും നിർത്തിവെച്ചു. എന്നാൽ ഇടയ്ക്ക് അവർ വീണ്ടും കൊട്ടിക്കയറുകയും നിർത്തിവെക്കുകയും ചെയ്തു. അതായത് ഈ ലീഡ് നില മാറുന്നതനുസരിച്ച് കോൺഗ്രസിലെ പ്രവർത്തകർ വളരെ വലിയ ആശങ്കയാണ്. ഇടയ്ക്ക് ഇനിയിപ്പോൾ കൊട്ടണോ വേണ്ടയോ എന്നൊരു ആശങ്കയിലേക്ക് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പോയി എന്ന് വേണം പറയാൻ. എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. രാവിലെ വലിയ രീതിയിൽ കൊട്ടും ആട്ടുമായിട്ടെല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള ആഘോഷമുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും പിന്നീട് ഈ അവിടെ കോൺഗ്രസ് മാറി BJPക്ക് ഒരു വലിയ ലീഡിലേക്ക് പോയപ്പോൾ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം തന്നെ നിർത്തിവെച്ചുകൊണ്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ചെറിയ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരു നേരിയ ലീഡ് ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ഇവർ വീണ്ടും കൊട്ടുന്നു. അങ്ങനെ ഒരു രീതിയിലാണ് കോൺഗ്രസ് അവിടെ ACC ആസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് അപ്ഡേഷൻ ഒരു പക്ഷേ കയ്യിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. 49 സീറ്റുകളിലാണ് CB ഇപ്പോൾ ഹരിയാനയിൽ BJP ലീഡ് ചെയ്യുന്നത്. 49 സീറ്റ്, അതായത് 12 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയവരാണ് അവർ. 49 സീറ്റുകളിലേക്ക് ലീഡ് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. കോൺഗ്രസ് 34 സീറ്റുകളിലേക്ക് പ്രതിപക്ഷ സഖ്യം ചുരുങ്ങുകയാണ്. BJP എടുത്തിരിക്കുന്ന ലീഡ് ചെറുതല്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ആഘോഷം ആശങ്കകൾക്ക് വഴിമാറുമ്പോൾ വലിയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം അവിടെ കടക്കുകയാണ്. മുതിർന്ന നേതാക്കളൊക്കെ ആ രീതിയിലുള്ള ആലോചനകളിലേക്ക് കടന്നോ? പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ACC ആസ്ഥാനത്തുണ്ടോ? മനു, ഇപ്പോൾ ഇവിടെ ദില്ലിയിലെ AICC ആസ്ഥാനത്ത് ഇപ്പോൾ ഈ നേതാക്കൾ തന്നെ ആരും തന്നെ ഇല്ല. പക്ഷേ എങ്കിൽ പോലും വലിയ ആശങ്കയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് മാറിയെന്ന് ഇപ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് നമുക്കറിയാം, ആദ്യം വലിയ രീതിയിൽ ലീഡ് ഉയർന്ന കോൺഗ്രസിന് ഇപ്പോൾ അവിടെ BJPക്ക് വലിയ ലീഡ് ലഭിക്കുന്നു. സ്വാഭാവികമായും അത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഹരിയാനയിൽ കോൺഗ്രസ് സംബന്ധിച്ച്. കൃത്യമായ മുൻതൂക്കത്തോടെ അവിടെ ഹരിയാനയിൽ കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്ന് എല്ലാം തന്നെയും എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെയും തകിടം മറിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു കക്ഷി നില എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ആശങ്ക ഈ AICC ആസ്ഥാനത്ത് കാണാൻ കഴിയും. എന്തായാലും ഇപ്പോഴത്തെ ഒരു കക്ഷി നില അനുസരിച്ച് BJP വലിയ ലീഡിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ കർഷക വിരുദ്ധ വോട്ടുകൾ അവിടെ പോയി. അതോടൊപ്പം തന്നെ മറ്റുള്ള രാഷ്ട്രീയമായ നിരവധി സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയും ഈ വോട്ടുകളെല്ലാം തന്നെയും എങ്ങോട്ട് പോയി BJPയിലേക്ക് എങ്ങനെ വീണ്ടും എത്തിയെന്നെല്ലാം തന്നെയും വളരെ വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. എന്തായാലും അവിടെ വീണ്ടും മോദി പ്രഭാവം ഹരിയാനയിൽ BJP 50 സീറ്റുകളിലേക്ക് ലീഡ് കൂട്ടുന്നു. അവിടെ പ്രതിപക്ഷ സഖ്യം കോൺഗ്രസ് സഖ്യം 33 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു. പക്ഷേ മറുവശത്ത് CB, ഇതിനിടയിൽ ഏറ്റവും ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നത് ജമ്മു കാശ്മീരാണ്. നമുക്ക് അതിൻ്റെ ഒരു കണക്കിലേക്ക് വന്നാൽ ആദ്യഘട്ടത്തിലൊക്കെ തൂക്കുമന്ത്രിസഭയൊക്കെ പ്രവചിക്കപ്പെട്ടിരുന്നത് ജമ്മു കാശ്മീരിലായിരുന്നല്ലോ. പക്ഷേ അവിടെ വ്യക്തമായ ലീഡ് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാക്കാൻ ഈ ഘട്ടത്തിലും കഴിഞ്ഞിട്ടുണ്ട്. 52 സീറ്റിൻ്റെ ലീഡുണ്ട്. 52 സീറ്റുകൾ ലീഡ് ചെയ്യുകയാണ്. BJPക്ക് 24 സീറ്റ് മാത്രമാണുള്ളത്. ആദ്യഘട്ടത്തിൽ വലിയ കുതിപ്പുണ്ടായിരുന്ന ഹരിയാനയിൽ പുറകോട്ട് പോകുമ്പോഴും ജമ്മു കാശ്മീരിലെ മൊമെന്റം നിലനിർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. തീർച്ചയായും മനു, ജമ്മു കാശ്മീരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ ഈ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം വളരെ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ച് അവിടെ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും CPIയും എല്ലാം നിലയും ഒരുമിച്ച് മത്സരിക്കുന്ന സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. ജമ്മു മേഖലയിൽ ഈ BJPക്ക് വലിയ ലീഡ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലീഡ് പോലും ഇപ്പോൾ ഈ BJPക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമ്മു മേഖലയെല്ലാം നിലയും അവിടെ ഈ 90 അംഗ സഭയിൽ നമുക്കറിയാം 46 സീറ്റ് വേണം അവിടെ കേവല
കേവല ഭൂരിപക്ഷം ലഭിക്കാൻ. പക്ഷേ അവിടുത്തെ ഒരു 5 സീറ്റ് എന്ന് പറയുന്നത് അവിടെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാം. സ്വാഭാവികമായും ആ ലഫ്റ്റനന്റ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത് BJPക്ക് അനുകൂലമായ ആളുകൾ തന്നെയാവും. സ്വാഭാവികമായും പ്രതിപക്ഷം 40 എന്നാലും 48-ൽ മറികടന്നിട്ടുണ്ട്. എന്നാലും ആശങ്കയുടെ ആവശ്യമില്ല. കാരണം 52 സീറ്റിന്റെ ലീഡിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 5 പേരെ നാമനിർദ്ദേശം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും നിലവിൽ ഇന്ത്യ സഖ്യത്തിന് കശ്മീരിൽ ആശങ്കകളില്ല. 52 സീറ്റിന്റെ വ്യക്തമായ ലീഡുണ്ട്. 48 മതിയല്ലോ കേവല ഭൂരിപക്ഷത്തിന്. അതും കടന്ന് 52-ൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ആശങ്കയും വേണ്ട കശ്മീരിൽ. എന്തായാലും കാശ്മീരിനെ സംബന്ധിച്ച് വളരെ വലിയൊരു രാഷ്ട്രീയമായ ഒരു മാറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്. അതിനോട് വളരെ വലിയ രീതിയിൽ അവിടെ വോട്ടർമാർ അതിനുവേണ്ടി BJPക്കെതിരെ ജനവിധി എഴുതി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം 50 സീറ്റിന് മുകളിലേക്ക് സ്വാഭാവികമായും ഇന്ത്യ സഖ്യം മാറുമ്പോൾ സ്വാഭാവികമായും അവിടെ ഈ BJPക്ക് എതിരായ ഒരു സിബിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിബിയിലേക്ക് വരാം. പറയൂ. മാറ്റിക്കൊണ്ടുള്ള തീരുമാനം അവിടെ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കി. പറയൂ. ആർട്ടിക്കിൾ 370 റദ്ദാക്കി ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം തന്നെയും ആർട്ടിക്കിൾ 370 റദ്ദാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു അവിടെ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത് കൃത്യമായി വോട്ടർമാർക്ക് ഇടയിൽ ചെല്ലുകയും അത് BJPക്കെതിരായ വളരെ വലിയൊരു തരംഗമായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെ നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ കോൺഗ്രസും CPIM എല്ലാം നിലയും ഒരുമിച്ച് മത്സരിക്കുന്ന കാശ്മീരിൽ BJP കൊണ്ടുവന്ന നയങ്ങളോടുള്ള ഏറ്റവും വലിയ ഒരു ജനവിധി തന്നെയാണ് കാശ്മീരിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും കാശ്മീരെ സംബന്ധിച്ച് അവിടെ ഇന്ത്യ സഖ്യം വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.